പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും പ്രധാനമായി യുവജനങ്ങളെ ബാധിക്കുന്ന ഈ വലിയ മാരകമായിട്ടുള്ള ഈ വിഷപദാർത്ഥത്തെ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി ഇത്രയും പേരെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഏതോ ഒരാളുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഏതോ ഒരാൾ അന്നത്തെ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് ഉപന്യസിച്ച് കഴിഞ്ഞെങ്കിൽ ബി റജിക്ക് ഈ വിഷയത്തിലേക്ക് നമുക്കിനി വരാം. ഏതോ ഒരാളല്ല, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. അതിനേക്കാളൊക്കെ അപ്പുറം അവരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നടപടിയെടുത്ത് പുറത്താക്കേണ്ടിയും വന്നു. ഇന്നലെ അതൊക്കെ തള്ളിപ്പറയാൻ ശ്രമിച്ച മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് പരിഹാസ്യമാംവിധം ഇന്ന് തിരുത്തി പറയുന്നതുമൊക്കെ കണ്ടു. ജില്ലാ കമ്മിറ്റി തന്നെ നടപടിയെടുത്തു അവർക്കെതിരെ. അതൊക്കെ വാർത്തയാണ്. അതിനേക്കാളൊക്കെ അപ്പുറം അവരും മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിലുള്ള ഉറ്റ ചങ്ങാത്തമാണ്. അതാണ് ഇതിലെ വിഷയം. അതിലേക്ക് വരൂ. അവിടെയാണ് ഞാൻ ചോദിച്ചത്, മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ടും ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതിലൊരു വിശദീകരണം പോലും നൽകാതെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു? ആ ദുരൂഹമായ ചങ്ങാത്തത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തൻ്റെ ജനതയോട് വിശദീകരിക്കാത്തത്, പറയാത്തത്? സോഷ്യൽ മീഡിയയിൽ പടം വരുന്ന, അതായത് രാഷ്ട്രീയ നേതാക്കളുടെ പടം വരുന്നത് സംബന്ധിച്ച് ഞാൻ മറുപടി പറയുന്നതിനേക്കാൾ ഭംഗിയായി CPMൻ്റെ പ്രതിനിധി ബഹുമാനായ ഡോക്ടർ പി.കെ. ഗോവൻ പറഞ്ഞു കഴിഞ്ഞു. അത് സ്വാഭാവികമാണ് എന്ന് സൂചിപ്പിച്ചു. കഴിഞ്ഞ UDF ഇലക്ഷനിൽ UDFന് 1 കോടിയിലധികം ആളുകളാണ് വോട്ട് ചെയ്തത്. ഈ 1 കോടി ആളുകൾ കോൺഗ്രസിൻ്റെ നേതാക്കളും UDFൻ്റെ നേതാക്കളുമായി നല്ല ബന്ധം അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ്. അതിൽ പലരുടെയും സോഷ്യൽ മീഡിയ നമ്മൾ പരിശോധിച്ചാൽ നേതാക്കളുടെ ഫോട്ടോകൾ കാണും, പിക്ചറുകൾ കാണും, അവർക്ക് താല്പര്യമുള്ളവരുടെ പടങ്ങൾ അതിൽ വയ്ക്കും. അതിനെ ഏതെങ്കിലും തരത്തിൽ അവർ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യുന്ന ഒരു കുറ്റകൃത്യവുമായി അതിനെ കൂട്ടിക്കുഴയ്ക്കുക എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷത്തിന് ചേരുന്ന വിമർശനാത്മകമായ ഒരു സമീപനമായി നമുക്കതിനെ കരുതാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന ഏത് സർക്കാരിൻ്റെ കാലഘട്ടത്തിലായാലും LDF ആകട്ടെ UDF ആകട്ടെ രാഷ്ട്രീയ നേതൃത്വം ക്രിമിനൽ പ്രവർത്തികളെ സംരക്ഷിക്കും എന്ന് നമുക്ക് കരുതുവാനാകുമോ? അങ്ങനെ പറയുന്നത് തന്നെ, അത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് തന്നെ അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് വിടൂ. ഇത് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ വാർത്താ സമ്മേളനം നടത്തി ഗുരുതര സാഹചര്യത്തെ സൂചിപ്പിക്കും മുമ്പ് തന്നെ ഈ ചിത്രങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഞാൻ ആവർത്തിച്ചത് പറഞ്ഞതാണ്. നിങ്ങൾ ആ ചിത്രങ്ങളൊന്ന് നോക്കൂ. താങ്കളുടെ മുമ്പിൽ അവിടെ ടെലിവിഷൻ സ്ക്രീൻ ഉണ്ടല്ലോ. അതിൽ കാണുന്ന ചിത്രങ്ങൾ ഏതെങ്കിലും പൊതുപരിപാടിയിൽ, ഒരു പൊതുചടങ്ങിൽ തിരക്കുകൾക്കിടയിൽ ഓടി വന്നെടുത്ത ഒരു സെൽഫിയാണോ? ഇതാണോ? ഇതാ കാണുന്ന ചിത്രങ്ങൾ നോക്കൂ. അബ്ദുൽ സലാം എന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയാണ്. ആ ചിത്രം തെളിയിക്കുന്ന ഒരു ബന്ധം അവർക്കിടയിലുണ്ട്. ഇതാ നോക്കൂ, അദ്ദേഹം വന്ന് ഇറങ്ങുന്നു, കൈ കൊടുത്ത് അകത്തേക്ക് വിളിച്ചുകൊണ്ടു പോകുന്നു. ഇത് ഏതെങ്കിലും പരിപാടിയിലാണോ? ഒരേ സോഫയിൽ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ, അതായത് വീടിനകത്ത് വീടിന് പുറത്ത് വളരെ വളരെ കാഷ്വലായത്, നേരത്തെ പറഞ്ഞാൽ കൈലിമുണ്ടൊക്കെ ഉടുത്തിരിക്കുന്ന വി ഡി സതീശനെ നമുക്കതിൽ കാണാം. വീടിനുള്ളിലിരുന്ന് ഇങ്ങനെ പോകുന്ന ചിത്രങ്ങൾ കണ്ടിട്ടാണോ റജീദ്? എത്ര ചിത്രങ്ങളാണ് അവർ തന്നെ എഴുതിയതിനെക്കുറിച്ച് നേരത്തെ ഗോവൻ പറഞ്ഞില്ലേ? ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി തന്ന നേതാവ്. ഈ കോണ്ടെക്സ്റ്റിൽ അതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. സ്റ്റേറ്റ്മെൻറ്റാണത്. പ്രതികൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. റജി, ഒരു ശരത്തെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനോടൊപ്പം നിൽക്കുന്ന പടങ്ങളോ ചിത്രങ്ങളോ വച്ചതിന് ശേഷം അവർ നടത്തുന്ന ക്രിമിനൽ പ്രവൃത്തികൾക്ക് രാഷ്ട്രീയ നേതൃത്വം ഏതെങ്കിലും തരത്തിൽ പിന്തുണ നൽകുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വി ഡി സതീശൻ സോഷ്യൽ മീഡിയ പേജിൻ്റെ കോർഡിനേറ്ററാണ്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ബന്ധപ്പെട്ടവർ. അവരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് എനിക്കറിയാത്തോണ്ട് ചോദിക്കുക. പ്രഖ്യാപിച്ചതാരാണ്? അത് സംബന്ധിച്ചൊരു വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ല, പറയൂ, വ്യക്തമാക്കൂ. അങ്ങനെ അത് ശരിയല്ല എന്ന് പറഞ്ഞു എന്ന് റജി പറഞ്ഞല്ലോ. ആരാണ് പറഞ്ഞത്? അത് സംബന്ധിച്ച് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ലഭ്യമാണ്. അതായത് കോൺഗ്രസിൻ്റെ ഏതോ പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചിരുന്നെന്നോ, അത് ആ രാഷ്ട്രീയ നേതാക്കളോടുള്ള ആരാധനയുടെ ഭാഗമായി ഫോട്ടോകൾ പിക്ചറുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഞാനതല്ല ചോദിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ടീം വി ഡി സതീശൻ എന്ന് പറയുന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയുടെ കോർഡിനേറ്ററാണ് എന്ന് തന്നെയാണ് അയാളുടെ പേജിലൊക്കെ പോയാൽ ഇപ്പോഴും കാണുന്നത്. അതിനെ അടിവരയിടുന്ന ബന്ധം വ്യക്തവുമാണ്. ഞാൻ ഇതിലൊന്നും റജിയോട് തർക്കിക്കാനില്ല. ഞാൻ ചോദിക്കുന്നത്, അത് ശരിയല്ല, ഇത് കളവാണ്, ഈ പ്രതി പറയുന്നത് കളവാണ് എന്ന് പറയുന്ന ഒരു ആധികാരിക വിശദീകരണം വന്നിട്ടുണ്ടെന്നാണല്ലോ റജി പറഞ്ഞത്. അതൊന്ന് വിശദീകരിക്കണം, കേൾക്കട്ടെ. നോക്കൂ, അത് സംബന്ധിച്ച് ഏതെങ്കിലും ആധികാരികമായിട്ട് പറയുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ പറയുവാനോ ഞാൻ ആളല്ല. അതാണ് നമ്മുടെ പ്രശ്നം. അല്ല, അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കാരണം നിൽക്കട്ടെ, അതാണ് റജി പറഞ്ഞ സത്യസന്ധമായ സ്റ്റേറ്റ്മെൻറ്റ്. ഇത്ര നാളായിട്ടും
ഇതേക്കുറിച്ച് ഒരു കാര്യവും മുഖ്യമന്ത്രി പറയുന്നില്ല സമൂഹത്തോട്. അതുകൊണ്ടാണ് എൻ്റെ ആ ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നത്. മുഖ്യമന്ത്രിയുടെ വിശദീകരണം എവിടെ?